അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? തമ്പ്നെയിലിൽ കണ്ട പോലെ ഗില്ലാപ്പീസിൻ്റെയും പാത്തുവിൻ്റെയും ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് കേട്ടോ. വെളുപ്പിന് ഒരു 4:30-5 മണിയായിട്ടുണ്ടാവും. താത്താമാരെ വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. സ്റ്റേഷനിലെത്തിയിട്ട് ഒരു ഹറിബറി ആയിരുന്നു. പിള്ളേരുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ യാത്രയിൽ ഇക്കാക്കില്ല കേട്ടോ. ഇക്കാക്ക ടാറ്റയും പറഞ്ഞു വീട്ടിൽ പോയി. ഉമ്മ കാണും വ്ളോഗ്. അപ്പൊ ഉമ്മിക്ക് ടാറ്റ കൊടുത്തേ എന്റെ അപ്പൂതേന്നും പറഞ്ഞ് കമന്റ് ചെയ്തോളും. അപ്പൊ മുന്നാനെ കാണിച്ചില്ലെങ്കിൽ മോശമാവും. ഒരു ഇത്താത്തയുടെ മോളുടെ മക്കളാണ് കേട്ടോ. പുള്ളിക്കാരി ഗൾഫിലാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഇത്താത്ത, അമ്മായിയുടെ മോള്. നല്ല കാഴ്ചയും കണ്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ട് പോണേന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. കണ്ണൂർ എൻ്റെ ഒരു ഇത്താത്ത ഉണ്ട്, എൻ്റെ മൂത്താപ്പായുടെ മോള്. മോളുടെ മോൻ്റെ കല്യാണത്തിനാട്ടോ പോണത്. ഓരോന്ന് പറയണത് അത്ര ലോങ് അല്ലെങ്കിലും ഈ പിള്ളേരെയും വെച്ച് പോകുമ്പോൾ അത് ഭയങ്കര ലോങ് ആയിട്ട് തോന്നിട്ടോ. ഞാൻ പിള്ളേരൊക്കെ ഒന്ന് അടക്കി നിർത്താൻ ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും കൊടുത്തിട്ടുണ്ടായി. പിള്ളേർക്കൊക്കെ ഇഷ്ടാവുമല്ലോ. കുഞ്ഞിക്കാണെങ്കിൽ അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ലാപ്പീസാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കേട്ടോ. പിന്നെ ഉറക്കമൊക്കെ എണീച്ച് ഞാൻ പഴം കൊടുത്തു, ചെറുപഴം കൊടുത്തിട്ടുണ്ടായി. ലാപ്പീസിനും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ചെറിയ ചെറിയ ചിണുക്കം ഉണ്ടായി. അത് യാത്രയുടെ ആണോ എല്ലാവരെയും കൂടി കണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും നല്ല വിശപ്പ് തുടങ്ങി. പൊറോട്ട മേടിച്ചിട്ടുണ്ടായി. പിന്നെ ഇത്താത്തമാർ സാമ്പാറും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായി. ഇത്താത്തമാരെന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയുടെ മക്കൾ കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ അമ്പുട് കിടന്നുറങ്ങണ കാരണം കൈ കഴുകാൻ പോകാനൊന്നും പറ്റണുണ്ടായില്ല. അപ്പോൾ മോനൂസിൻ്റെ 2-3 പിടി മേടിച്ച് കഴിച്ചു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ തിരൂർ സ്റ്റേഷൻ കാണുമ്പോൾ ഒരു വികാരം തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും 10-15 വർഷം അവിടെ താമസിച്ചതല്ലേ, അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ്. അമ്പുടുവിൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ. പിന്നെ കുറച്ച് കാറ്റൊക്കെ അടിച്ചപ്പോൾ ആൾ ഉഷാറായി. ലാപ്പീസിനെ പിള്ളേരെല്ലാം മാറി മാറി എടുക്കണ കാരണം അധികം അങ്ങോട്ട് സ്ട്രെസ് വന്നിട്ടുണ്ടായില്ല. മോനൂസ് ഇല്ലയെന്ന് പറഞ്ഞിട്ടും അവനെ നിർബന്ധിച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളിതേ കണ്ണൂരെത്തി. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു. എല്ലാവർക്കും കൂടിയല്ല, പിള്ളേരുള്ളവർക്ക് മാത്രം. അതിൽ കയറിയതും പിള്ളേരെല്ലാവരും സൈഡായിട്ടുണ്ട്. ട്രെയിനിൽ ഫുൾ കളിയായതുകൊണ്ട് ആരും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായില്ല. അതിൻ്റെ ക്ഷീണം മൊത്തം തീർത്തത് ഈ ഓട്ടോ എന്നാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവും. അതിലൊരു 9 കിലോമീറ്റർ ആയപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി കംപ്ലൈൻ്റ് ആയി. ആയിക്ക ഒരുപാട് ശ്രമിച്ചു കേട്ടോ നന്നാക്കാൻ, പക്ഷേ റെഡി ആവണുണ്ടായില്ല. ഈ കാർ ഓടിക്കുന്നതാണ് കേട്ടോ മണവാളൻ, മറ്റേത് മണവാളൻ്റെ ചേട്ടൻ. ഞങ്ങൾ കിടക്കണതിൻ്റെ തൊട്ടടുത്ത് അവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാൻ വന്നതാണ്. അപ്പോഴേക്കും പാത്ത് കുറച്ച് അലമ്പായിട്ടുണ്ട്. വീട്ടിലെത്തിയതൊന്നും അധികം അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എത്തിയ പാടെ ഗില്ലാപ്പീസിന് കുറച്ച് കുറുക്കും കൊടുത്ത് ഞങ്ങൾ ലഞ്ച് കഴിച്ചു കേട്ടോ. വൈകിട്ടായപ്പോഴേക്കും വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ ടീ സ്റ്റാൾ സെറ്റപ്പൊക്കെ ഉണ്ടായി. പിന്നെ അതേ പന്തൽപ്പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ സ്റ്റേജ് ഡെക്കറേഷൻസ് കുറച്ച് ബാക്കിയുണ്ടായി. പിന്നെ അതേ ഇതാണ് മണിയറ. മലബാർ ഏരിയയിലുള്ളവർക്ക് മണിയറ കുറച്ച് സ്പെഷ്യലാണല്ലോ. പണ്ടത്തെ പോലെ മാലയും പൊക്കയൊന്നും വെച്ച് അലങ്കരിച്ചിട്ടില്ലെങ്കിലും നല്ല ഏസ്തെറ്റിക് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഏസ്തെറ്റിക് മിറർ കണ്ട ഒരു ഫോട്ടോയോ വീഡിയോയോ എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ടീ സ്റ്റാൾ ഉദ്ഘാടിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ പാൽച്ചായ ഗ്യാങ്ങിലും കാണുമല്ലോ ഒരു കട്ടൻ ചായ ലവർ. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ അങ്ങനെ ഒരു പാൽച്ചായ ലവർ. വേറെ ആരുമില്ല, എൻ്റെ താത്ത തന്നെയാണ്. ബാക്കി എല്ലാവരും പാൽച്ചായ കുടിക്കുമ്പോൾ ദേ ഒരാൾ കട്ടൻ ചായ ചോദിച്ച് മേടിച്ച് കുടിച്ചു. ചായ എല്ലാം ഓരോ ഗ്ലാസ് കുടിച്ചപ്പോഴാണ് ഞങ്ങളോട് അവർ പറയണത് ഇതേ ചായക്കടിയും കൂടി ഉണ്ടെന്ന്. നല്ല അടിപൊളി ബജിയും പിന്നെ നല്ല തേങ്ങ ചമ്മന്തിയും ആയിരുന്നു. ലൈവായിട്ട് അവിടെ ഉണ്ടാക്കണോണ്ട് തന്നെ നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റി. ഇതൊക്കെ വിളമ്പി തന്ന ചേച്ചിമാരെയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ട്രീറ്റ് ആയിരുന്നു കേട്ടോ അവരുടെ. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കസിൻസ് ഒരുപാട് നാളെത്തി കൂടുമ്പോഴുള്ള വൈബും ഗോസിപ്സും എല്ലാം കൂട്ടിക്കലർത്തി ആസ്വദിച്ചിട്ടോ ചായ കുടിച്ചത്. ചായയുടെയും കഴിഞ്ഞ് ഗില്ലാപ്പീസിന് ഫുഡും കൊടുത്ത് ഞങ്ങളെല്ലാവരും റെഡിയായി കേട്ടോ. ഇത് ഞായറാഴ്ച ദിവസമാണ്, അതായത് കല്യാണ തലേന്ന്. എല്ലാവരും റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോഷൂട്ടോ വീഡിയോയോ എല്ലാം നിർബന്ധമാണല്ലോ. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ നിൽക്കണേ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കണതിന് മുന്നേ ഗില്ലാപ്പീസിന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറും കുറച്ച് കുറുമക്കറിയും കൂടി അവർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അവർ നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. ഡിന്നർ മെനു ആയിട്ട് ചപ്പാത്തിയും നെയ്ച്ചോറും ബീഫും നെയ്പ്പത്തലും എല്ലാം ഉണ്ടായി. അവിടുത്തെ കുറുമക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ചപ്പാത്തി ആട്ടോ ഞാൻ കഴിച്ചേ. പിന്നെ ഉച്ചത്തെ കുറച്ച് ഹെവി ആയിരുന്നല്ലോ. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ ദാൽ കറി ഉണ്ടായി. കുറച്ച് പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി അത്. പൊറോട്ടയുടെ സൈഡിലേക്ക് നോക്കിയേ വേണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷെ നല്ല ആവി പറക്കണ പൊറോട്ട ഒരു മലയാളിക്കും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
ലഞ്ചും ഡിന്നറും എല്ലാം ഹെവി ആയതുകൊണ്ടും യാത്രാക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചതാ. പക്ഷേ മണവാളൻ്റെ ഫ്രണ്ട്സ് വന്ന് ചതിച്ചു. നല്ല വൈബ് ഫ്രണ്ട്സായിരുന്നു. കയ്യൊട്ടും പാട്ടൊക്കെ ആയിട്ട് കല്യാണ വീടിൻ്റെ ബഹളത്തിലേക്ക് മാറിയത് തന്നെ അപ്പോഴാണ്. ഇതെല്ലാം കഴിഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിട്ടോ. പിന്നീടുള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ തലശ്ശേരി കല്യാണ വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ.